Namaste. Welcome to S for Science. Today is another chance to be better than yesterday. With this thought, let's start today. In the last video, we learned about Ohm's law, resistance and resistivity. And now, we know that resistors are devices which have some resistance in it. In various electrical appliances, these resistors are joined together in different combinations to control or regulate the flow of electricity without changing the voltage source. Today, we are going to learn about the application of Ohm's law for joining such resistors in different combinations. Now, let us see what are the different methods of joining these resistors. Resistors നമുക്ക് രണ്ട് രീതിയിൽ join ചെയ്യാൻ പറ്റും. First one, series. Second one, parallel. നമുക്കിനി സീരീസ് കണക്ഷനിൽ എങ്ങനെയാണ് റെസിസ്റ്റേഴ്സിനെ ജോയിൻ ചെയ്യുന്നത് നോക്കാം. ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യമേ ഒരു സെല്ലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സെല്ലിൻ്റെ കോമ്പിനേഷനെ നമ്മൾ ബാറ്ററി എന്ന് പറയും. പിന്നെ ഒരു പ്ലഗ് കൊടുക്കുന്നുണ്ട്, പ്ലഗ് കീ കൊടുക്കുന്നുണ്ട്. ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഡോട്ട് ഇട്ടത്. എന്നിട്ട് നമ്മൾ അമ്മീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. അമ്മീറ്ററിൻ്റെ നെഗറ്റീവും സെല്ലിൻ്റെ നെഗറ്റീവും ഒരുപോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ 3 റെസിസ്റ്റേഴ്സാണ് ഇവിടെ കൊടുക്കുന്നത്. റെസിസ്റ്റേഴ്സിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് ഈ രീതിയിൽ കമ്പൈൻ ചെയ്യുക. അതിനുശേഷം സർക്യൂട്ട് ക്ലോസ് ചെയ്യുക. ഇത് റെസിസ്റ്റർ R1, ഇത് R2, ഇത് R3 റെസിസ്റ്റേഴ്സ് ആണ്. 3 റെസിസ്റ്റേഴ്സ് ആണ്, ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് ആണ്. ഇതിൽ ഇലക്ട്രിസിറ്റി പോകുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? ഈ രീതിയിൽ പോസിറ്റീവിൽ നിന്നായിരിക്കും എപ്പോഴും ഇലക്ട്രിസിറ്റി പോകുന്നത്. നെഗറ്റീവിൽ വന്ന് എൻഡ് ചെയ്യുന്നു അല്ലേ. ഇനി ഇത് 3 റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഓംസ് ലോ പഠിച്ചു നമ്മൾ ഈ ഒരു ഓരോ റെസിസ്റ്റേഴ്സിലും എന്ത് വേണം? വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. കാരണം ഇത് 3 റെസിസ്റ്റേഴ്സ് ആണ്, 3 ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് ആണ്. അപ്പം വോൾട്ട് മീറ്റർ ഇത് 1 എന്ന് കൊടുക്കാം. ഇവിടെ അടുത്ത വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇത് V2, ഇത് V1. ഇനി ഇവിടെയും നമുക്ക് ഒരു വോൾട്ട് മീറ്റർ കൊടുക്കണം. കാരണം ഈ വോൾട്ട് മീറ്റർ, അതായത് 3 റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഈ റെസിസ്റ്റേഴ്സിൻ്റെ രണ്ട് എൻഡിലും ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ നമ്മൾ വോൾട്ട് മീറ്ററിൻ്റെ കോമ്പിനേഷൻ കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇവിടെ ഒരേ കറണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഒരു സീരീസ് കോമ്പിനേഷനിൽ ഒരേ കറണ്ടാണ് ടോട്ടലി ഫ്ലോ ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് കറണ്ട് വന്ന് ഈ ഒരു രീതിയിൽ എല്ലാ റെസിസ്റ്റേഴ്സിലും ഒരേ കറണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെയിം കറണ്ട് എന്ന് പറയാം. സെയിം കറണ്ടാണ് സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ, അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ നമുക്ക് സെയിം കറണ്ടാണ് സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത്. പിന്നെയോ വോൾട്ടേജ് വന്നിട്ടോ, വോൾട്ടേജ് അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ. 3 റെസിസ്റ്റേഴ്സ് ആണ്. അപ്പം നമുക്ക് 3 കണക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പം 3 റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഡിഫറെൻറ്റ് വോൾട്ടേജ്. ഓക്കെ, ഡിഫറെൻറ്റ് വോൾട്ടേജ്. അപ്പോൾ ഇതാണ് സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷനിൽ എങ്ങനെയാണ്? ലീനിയർ ആയിട്ടാണ്. സർക്യൂട്ടിൻ്റെ ഈ ഒരു വയർ നമ്മൾ ഫോൾഡിങ്സ് ഒന്നും ഇല്ലാണ്ട് നേരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരേ ലൈനിൽ തന്നെ ഇരിക്കും. അതായത് ലീനിയർ ആണ്. അതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസ് കണക്ഷനിൽ കറണ്ട് ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നത് കൊണ്ടും എന്താണ്, ഈ കറണ്ട് ടോട്ടലി ഈ ഓരോ റെസിസ്റ്റേഴ്സിലും സെയിം കറണ്ട് തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം 3 കണക്ഷൻസ്, 3 ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് പാരലൽ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പാരലൽ കണക്ഷൻ വരയ്ക്കുമ്പോഴും ആദ്യം നമ്മൾ സെല്ല് തന്നെ വരയ്ക്കാം.
ഇവിടെയും നമ്മൾ 2 സെല്ല്, അതായത് ഒരു ബാറ്ററിയാണ് വരച്ചിരിക്കുന്നത്. പിന്നെ പ്ലഗ് കീ വരച്ചു, പിന്നെ അമ്മീറ്റർ വരച്ചു. അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് സെല്ലിൻ്റെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ പാരലൽ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ്, റെസിസ്റ്റേഴ്സ് പാരലായിട്ട് ആണ് കണക്ട് ചെയ്യേണ്ടത്. ഒന്നിനൊന്ന് പാരലായിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ റെസിസ്റ്റർ ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ റെസിസ്റ്റർ ഇതിന് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ റെസിസ്റ്റർ നമ്മൾ ഈ രീതിയിൽ കണക്ട് ചെയ്യും. അപ്പോൾ ഇത് R1, ഇത് R2, ഇത് R3. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി പോസിറ്റീവിൽ നിന്നുമായിരിക്കും നമ്മുടെ കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ ഈ ഡയറക്ഷനിലാണ് നമ്മുടെ കറണ്ട് ഫ്ലോ നടക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ, അതായത് ഈ ഒരു ജോയിന്റിൽ വരുമ്പോൾ ഈ ഒരു കറണ്ട് ഇങ്ങനെ 3 ആയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ആ കറണ്ട് കമ്പൈൻഡ് ആയിട്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. മനസ്സിലായോ? ഈ ഒരു കറണ്ട് ഇവിടെ വന്നിട്ട് ഇതിനെ ഈ 3 റെസിസ്റ്റേഴ്സിലും കറണ്ട് കിട്ടണമല്ലോ. അപ്പോൾ ഈ 3 റെസിസ്റ്റേഴ്സിലേക്കും ഈ കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു ജോയിന്റ് അല്ലേ ഉള്ളൂ, ഇവിടെയും ആയിട്ടുള്ള ഈ ഒരു ജോയിന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 3 ജോയിന്റ്സ്, 3 റെസിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് 3 വോൾട്ട് മീറ്റർ വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്, 1 വോൾട്ട് മീറ്ററിൻ്റെ മാത്രം യൂസേജ് വരുന്നുള്ളൂ. ഓക്കെ, കാരണം ഇവിടെ ഈ ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ 2 കണക്ഷൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പാരലൽ കണക്ഷനിൽ. അപ്പം R1, R2, R3. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ഡിവൈഡ് ചെയ്ത് 3 റെസിസ്റ്റേഴ്സിലേക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഡിഫറെൻ്റ് കറണ്ട് ആണ്. ഓക്കെ, ഡിഫറെൻ്റ് കറണ്ട് ഈസ് ഫ്ലോയിങ്. സെയിം എന്തായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും സെയിം ആയിട്ടുള്ളത്, സെയിം വോൾട്ടേജ്. അപ്പം സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും 3 റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ഈ പഠിച്ചത്. 3 റെസിസ്റ്റേഴ്സിനെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, 2 രീതിയിൽ കണക്ട് ചെയ്യാം, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും. സീരീസ് കണക്ഷനിൽ നമ്മൾ 3 റെസിസ്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്നത് ഒരേ ലൈനിലായിരിക്കും, അതായത് സെയിം ലൈനിലായിരിക്കും, അതായത് ലീനിയർ ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു പാത്തിലൂടെ, ഈ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ ആയതുകൊണ്ട് തന്നെ 3 റെസിസ്റ്റേഴ്സിനും ഈക്വൽ എമൗണ്ട് ഓഫ് കറണ്ട് ആണ് കിട്ടുന്നത്. അപ്പം ഇവിടെ സെയിം കറണ്ട് ആണ് ഈ 3 റെസിസ്റ്റേഴ്സിലും ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ ഈ റെസിസ്റ്റേഴ്സിനെല്ലാം ഇവിടെ, അതായത് ഈ റെസിസ്റ്ററും കൂടെ ഇവിടെ ജോയിൻ ആവുന്നുണ്ട്, ഈ റെസിസ്റ്ററും ഇവിടെ ജോയിൻ ആവുന്നുണ്ട്. അങ്ങനെ 3 റെസിസ്റ്റേഴ്സാണ് നമ്മൾ ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 3 റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, 3 വോൾട്ട് മീറ്റേഴ്സ് കണക്ട് ചെയ്യണം. ഈ 3 റെസിസ്റ്റേഴ്സിൻ്റെയും എൻഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ 3 വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ഡിഫറെൻറ്റ് വോൾട്ടേജ് ആണ് ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ വന്നിട്ട് പാരലൽ കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് 3ഉം പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. റെസിസ്റ്റേഴ്സ് എപ്പോഴും നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് വന്നിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് ഈ 3 റെസിസ്റ്റേഴ്സിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കറണ്ട് ഡിഫറൻറ്റും ഇവിടെ ഒരു കണക്ഷൻ, അതായത് ഇവിടെ മാത്രമാണ് ഒരു കണക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ ഇവിടെ സെയിം വോൾട്ടേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും നന്നായിട്ട് മനസ്സിലായല്ലോ. അതായത് സീരീസ് കണക്ഷനിൽ എപ്പോഴും നമ്മൾ സെയിം കറണ്ടും ഡിഫറെൻറ്റ് വോൾട്ടേജും ആയിരിക്കും, പാരലൽ കണക്ഷനിൽ ഡിഫറെൻറ്റ് കറണ്ടും സെയിം വോൾട്ടേജും ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സീരീസ് കണക്ഷനിൽ നമ്മൾ R1, R2, R3 കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുന്നത്, അതായത് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്, ഈ ഒരു സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ, V is equal to IR. Here we have 3 voltmeter readings.
So the first voltmeter reading, that is V1, is equal to I R1, because I is constant here, same here, therefore I R1. V2 is equal to I R2. Here also I is same and resistor and the voltage is changing. Now V3 is equal to I R3. So when combining, we have to find the total voltage. So total voltage is equal to V1 plus V2 plus V3. On applying Ohm's law, we will get IR is equal to I R1 plus I R2 plus I R3. Now IR is equal to, taking I as common, we will get R1 plus R2 plus R3. Since I on the both sides are same, we can cancel I. So the equivalent resistance in a series combination is equal to R1 plus R2 plus R3. So in series connection, the total resistance is equal to R1 plus R2 plus R3. That is, in series connection, the total resistance is the sum of all the resistance of the resistors used in that circuit. മനസ്സിലായോ? അതായത് സീരീസ് കണക്ഷനിൽ നമ്മൾ R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി സമ്മാണ്. അപ്പം എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഒരു സീരീസ് കണക്ഷനിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പോസിബിൾ മാക്സിമം റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി, പോസിബിൾ മാക്സിമം റെസിസ്റ്റൻസ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും സീരീസ് കണക്ഷനാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു സീരീസ് കണക്ഷനിൽ പോസിബിൾ മാക്സിമം റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 3-4 റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ തന്നിട്ട് നമ്മളോട് പറയും ഈ ഒരു ഇത് ഏത് രീതിയിൽ കമ്പൈൻ ചെയ്താൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് കിട്ടുന്നു. അപ്പോൾ ഓർത്തോണം, മാക്സിമം റെസിസ്റ്റൻസ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? അത് സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം റെസിസ്റ്റൻസ് കിട്ടുന്നത്. എപ്പോഴും റെസിസ്റ്റേഴ്സ് മാക്സിമം റെസിസ്റ്റൻസിന് വേണ്ടി സീരീസിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം മാക്സിമം റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ എപ്പോഴും റെസിസ്റ്റേഴ്സ് സീരീസിൽ വേണം കണക്ട് ചെയ്യാൻ. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പാരലൽ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പാരലൽ കണക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പാരലൽ കണക്ഷനിൽ റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം 2 എൻ പോയിന്റ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആ എൻ പോയിന്റ്സിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ നമുക്ക് 1 വോൾട്ട് മീറ്റർ മതിയാവും. അപ്പോൾ 1 വോൾട്ട് മീറ്റർ മാത്രമേ നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ വോൾട്ടേജ് സെയിം ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മുടെ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ഓരോ റെസിസ്റ്റേഴ്സിലേക്കും അത് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറണ്ട് ഡിഫറെൻ്റ് ആണ്. അതായത് ഈ ഓരോ റെസിസ്റ്റേഴ്സിലും ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ഒന്ന് നോക്കാം. ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് നമ്മളിവിടെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്? കറണ്ടാണ്. അപ്പം നമുക്ക് ടോട്ടൽ കറണ്ടാണ് നോക്കുന്നത്. അപ്പം കറണ്ട് ഈസ് ഈക്വൽ ടു വി ബൈ ആർ. അപ്പം ഫസ്റ്റ് റെസിസ്റ്ററിലുള്ള കറണ്ട് I1 ഈസ് ഈക്വൽ ടു വി ബൈ R1. എന്തുകൊണ്ടാണ്? ഇവിടെ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസും വി എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജുമാണ്. വോൾട്ടേജ് ഇവിടെ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി I2 ഈസ് ഈക്വൽ ടു വി R2. I3 ഈസ് ഈക്വൽ ടു വി R3. ഇനി ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. I എന്ന് പറയുന്നത് വി ബൈ ആർ ഈസ് ഈക്വൽ ടു I1 എന്ന് പറയുന്നത്
V by R1 plus V by R2 plus V by R3. Here V by R is equal to V common ആയിട്ട് എടുക്കുന്നു. ബാക്കിയുള്ളത് എന്താണ്? 1 by R1 plus 1 by R2 plus 1 by R3. ഇവിടെ P ഈക്വൽ ആണ്, രണ്ട് സൈഡിലും ഈക്വൽ ആണ്, കാരണം സെയിം വോൾട്ടേജ് ആണ് ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് B സെയിം ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 by R, that is in parallel connection the total resistance is equal to 1 by R1 plus 1 by R2 plus 1 by R3. മനസ്സിലായോ? അതായത് ഇവിടെ പാരലൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 by Rp is equal to 1 by R1 plus 1 by R2 plus 1 by R3. അപ്പോൾ ഇവിടുത്തെ ആപ്ലിക്കേഷൻ എന്തായിരിക്കും? നമ്മൾ സീരീസിൽ പറഞ്ഞു മാക്സിമം പോസിബിൾ റെസിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യണം. ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നമുക്ക് മിനിമം റെസിസ്റ്റൻസ് കിട്ടാനായിട്ട്, ഓക്കെ, മിനിമം പോസിബിൾ റെസിസ്റ്റൻസ് കിട്ടാനായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എപ്പോഴും പാരലലായിരിക്കും. പോസിബിൾ റെസിസ്റ്റൻസ് കിട്ടാനായിട്ട് നമുക്ക് എപ്പോഴും പാരലൽ കണക്ഷനാണ് നല്ലത്. ഓക്കെ, മിനിമം പോസിബിൾ റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റൻസ് മിനിമം ആക്കാനായിട്ട് നമ്മൾ എപ്പോഴും അത് റെസിസ്റ്റേഴ്സിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ സീരീസ് കണക്ഷൻ്റെയും പാരലൽ കണക്ഷൻ്റെയും ഡിഫറൻസ് മനസ്സിലായല്ലോ. പാരലൽ കണക്ഷനിലും സീരീസ് കണക്ഷനിലും എന്താണുള്ളത്? പാരലൽ കണക്ഷനിൽ സെയിം വോൾട്ടേജും ഡിഫറെൻറ്റ് കറണ്ടും, സീരീസ് കണക്ഷനിൽ സെയിം കറണ്ടും ഡിഫറെൻറ്റ് വോൾട്ടേജും. അതുപോലെ തന്നെ പാരലൽ കണക്ഷൻ മിനിമം റെസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, അതേസമയം സീരീസിലാണെങ്കിൽ മാക്സിമം റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായി സീരീസ് കണക്ഷനിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. സീരീസ് കണക്ഷനിൽ വരുമ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, പാരലൽ കണക്ഷനിൽ വരുമ്പം റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കുന്നതല്ലേ നമുക്ക് നല്ലത് എപ്പോഴും. കാരണം എന്താണ്? റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇലക്ട്രിക് സപ്ലൈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ സീരീസ് കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാരലൽ കണക്ഷൻ ആയിരിക്കുമല്ലോ സീരീസ് കണക്ഷനെക്കാട്ടിലും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ എന്താണ് അഡ്വാൻറ്റേജ്, അതായത് നമ്മൾ എന്തുകൊണ്ടാണ് പാരലൽ കണക്ഷനെ കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ട് സീരീസ് കണക്ഷനെക്കാട്ടിലും കാണാനുള്ള കാരണം, അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പാരലൽ കണക്ഷൻ ഓവർ സീരീസ് കണക്ഷൻ, അതാണ് ഇനി നമ്മൾ അടുത്ത പോർഷൻ നോക്കുന്നത്. സോ നൗ ലെറ്റ് us see what are the advantages of parallel connection over series connection. For that let us make two columns, series and parallel, for convenience. In series connection we connect the resistors in the same line. So let it be the resistor of fan, bulb, and this be of TV. Okay, now in parallel connection we are using the resistors for fan, bulb and TV. സീരീസ് കണക്ഷനിൽ നമ്മൾ 3 റെസിസ്റ്റേഴ്സ് എടുക്കുന്നു, ഫാനും ബൾബും ടി വിയും. ഓക്കെ, ഫാൻ ഒരു റെസിസ്റ്റർ ഫാനിൻ്റെയാണ്, ഒരു റെസിസ്റ്റർ ബൾബിൻ്റെയാണ്, ഒരു റെസിസ്റ്റർ ടി വിയുടെ ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിലൂടെ പോകുന്ന ഇലക്ട്രിക് കറണ്ട് എന്താണ്? എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് സെയിം ആണ്, അല്ലേ? വോൾട്ടേജ് മാത്രമേ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അപ്പം ഇലക്ട്രിക് കറണ്ട് സെയിം ആണ്. അപ്പോൾ ഇവിടെ ഫാൻ ചീത്തയായി വരുന്നുണ്ട്. ഫാൻ ചീത്തയായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിന്നെ അത് ഇലക്ട്രിക് കറണ്ട് കൊടുക്കൂല, അങ്ങോട്ട് മീൻസ് ഇതിലൂടെ നമുക്ക് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ബൾബിനും ടി വിക്കും ഈ ഒരു കറണ്ട് കിട്ടാണ്ട് വരും, അതായത് ബൾബും ടി വിയും അവിടെ വെച്ച് സ്റ്റോപ്പ് ആകും. പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ്? ഇത് പാരലലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് ഇവിടെ വന്നിട്ട് ഡിവൈഡ് ചെയ്ത് 3 പോകും. ഫാനിന് വേണ്ടത് ഫാനിന് കൊടുക്കും, ബൾബിന് വേണ്ടത് ബൾബിന് കൊടുക്കും, അതുപോലെ ടി വിക്ക് വേണ്ടത് ടി വിക്കും കൊടുക്കും. അങ്ങനെ 3 ഡിവൈഡ് ചെയ്ത് പോകും. ഇവിടെ ഫാൻ ചീത്തയായാലും എന്താണ്? ഫാൻ ചീത്തയായാലും കുഴപ്പമൊന്നുമില്ല, കാരണം ബൾബിനും ടി വിക്കും അല്ലാണ്ട് തന്നെ കറണ്ട് കിട്ടുന്നുണ്ട്. അപ്പം ദിസ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് പാരലൽ കണക്ഷൻ ഓവർ സീരീസ് കണക്ഷൻ. In series connection, if one of the component fails, then all other components fail in that circuit because the circuit is broken there. But in parallel connection, if one of the component fails, it will not affect other components.
സോ ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് പാരലൽ കണക്ഷൻ ഓവർ സീരീസ് കണക്ഷൻ. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഫെയറി ലൈറ്റിൻ്റെ കാര്യമാണ്. നമ്മൾ വീടുകളിൽ ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഫെയറി ലൈറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഫെയറി ലൈറ്റ്സിന് ഒരു സ്വിച്ചും ബാക്കി ഇങ്ങനെ ലൈറ്റ്സും ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നിരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് നിന്നിട്ട് അപ്പോൾ ഈ ലൈറ്റ് കത്തുമോ? ഈ ലൈറ്റ് കത്തില്ല അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്രയും പോർഷൻ മാത്രം കത്തിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കത്തിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് എല്ലാം കൂടി ഒരു കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെയാണ് നമ്മൾ ഈ മുകളിൽ പറഞ്ഞ രീതിയിലുള്ള റെസിസ്റ്റേഴ്സിൻ്റെ കണക്ഷനിൽ എന്താണ്, ഇവിടെ നമ്മൾ ഒരു സ്വിച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫാനും ബൾബും TV-യും ഒന്നും വർക്ക് ചെയ്യില്ല. മനസ്സിലായോ? അതേസമയം പാരലൽ കണക്ഷനിലാണെന്നുണ്ടെങ്കിലോ, പാരലൽ കണക്ഷനിൽ ഇതിന് എല്ലാത്തിനും ഡിഫറെൻറ്റ് സ്വിച്ചസ് ആണ്. ഫാനിന് ഡിഫറെൻറ്റ് സ്വിച്ച്, ബൾബിന് ഡിഫറെൻറ്റ് സ്വിച്ച്, TV-ക്ക് ഡിഫറെൻറ്റ് സ്വിച്ച്. അപ്പോൾ നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ഓണും ഓഫും ഒക്കെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാനിൻ്റെ സർക്യൂട്ട് ബ്രേക്ക് ഡൗൺ ആയെന്ന് തന്നെ ഇരുന്നോട്ടെ, ലൈറ്റും TV-യും അപ്പോഴും ഓണാണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇൻ സീരീസ് കണക്ഷൻ there will be only one switch for all the appliances. But in parallel connection there will be different switches for different appliances. That is another advantage of parallel connection over series connection. ഇനി നമ്മൾ ഇലക്ട്രിക് ഹീറ്ററിനെയും ബൾബിനെയും കൂടി നമ്മൾ ബൾബിനെയും കൂടി സീരീസിൽ കണക്ട് ചെയ്ത് നിന്നുണ്ട്. ഓക്കെ, ബൾബ്, ഇലക്ട്രിക് ഹീറ്ററും ബൾബും സീരീസിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഇലക്ട്രിക് ഹീറ്ററിന് വേണ്ട കറണ്ട് അല്ലല്ലോ ബൾബിന് വേണ്ടത്. ബൾബിനെക്കാട്ടിലും കൂടുതൽ വേണം ഇലക്ട്രിക് ഹീറ്ററിന് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ബൾബിന് കുറച്ച് കറണ്ട് മതി, ഇലക്ട്രിക് ഹീറ്ററിൻ്റെ അത്രയും കറണ്ട് വേണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടിനും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതേസമയം പാരലൽ കണക്ഷനിലാണെന്നുണ്ടെങ്കിലോ നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഹീറ്ററും ബൾബിനും ഡിഫറെൻറ്റ് കറണ്ട് ആണ് കിട്ടുന്നത്. ഇലക്ട്രിക് ഹീറ്ററിന് വേണ്ട കറണ്ട് അതിനെ എടുക്കാൻ പറ്റും, ബൾബിന് വേണ്ട കറണ്ട് അതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. വെൻ ഇലക്ട്രിക് heater and bulb are connected in series, the amount of current needed for the working of electric heater is not same as that of the bulb. But we know that in series connection, the amount of current remains the same. So it will become difficult for the appliances to work properly. But in parallel connection, electric heater and bulb are connected parallel to each other. So both of the appliances will get the amount of heat they need to work. So this is the third advantage of parallel connection over series connection. So we have discussed 3 advantages of parallel connection over series connection. So it is preferable to use parallel connection in domestic use. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2 ടൈപ്പ് ഓഫ് കണക്ഷൻസ് ആണ്. ഒന്ന് സീരീസും ഒന്ന് പാരലലും. സീരീസ് കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് കറണ്ടും ഡിഫറെൻറ്റ് വോൾട്ടേജും ആയിരിക്കും. അതേസമയം പാരലൽ കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ സെയിം വോൾട്ടേജും ഡിഫറെൻറ്റ് കറണ്ടും ആയിരിക്കും. അതുപോലെ തന്നെ സീരീസ് കണക്ഷനിൽ നമ്മൾ റെസിസ്റ്റേഴ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം പാരലൽ കണക്ഷനിലാണെങ്കിൽ മിനിമം റെസിസ്റ്റൻസ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, അഡ്വാൻറ്റേജസ് ഓഫ് പാരലൽ കണക്ഷൻ ഓവർ സീരീസ് കണക്ഷൻ. അതിൽ 3 എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. സീരീസ് കണക്ഷനിൽ നമ്മൾ എന്തൊരു അപ്ലയൻസസും നമ്മൾ അതായത് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു അപ്ലയൻസ് വർക്ക് ചെയ്യാൻ ഫെയിലായി പോയി കഴിഞ്ഞാൽ മറ്റുള്ള അപ്ലയൻസസിനെയും അത് ബാധിക്കും. അതായത് മറ്റുള്ള അപ്ലയൻസസിനും കറണ്ട് കിട്ടാണ്ട് വരും. അതുപോലെ തന്നെ എന്താണ്, അവിടെ എന്താണുള്ളത്, ഒരു സ്വിച്ചേ ഉണ്ടാവുള്ളൂ. ആ സ്വിച്ച് ഓണോ ഓഫോ ആക്കിയാൽ മാത്രമേ എല്ലാ അപ്ലയൻസസും വർക്ക് ചെയ്യുള്ളൂ. മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താണ്, അതായത് ഇലക്ട്രിക് ഹീറ്ററും അല്ലെങ്കിൽ ബൾബും പോലെ 2 ഡിഫറെൻറ്റ് ലെവലിലുള്ള കറണ്ട് വേണ്ട 2 എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് കറണ്ട് കൊടുത്താൽ അത് ശരിക്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂല. അതാണ് നമ്മൾ സീരീസ് കണക്ഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞത്. ഇനി പാരലൽ കണക്ഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, 3 അപ്ലയൻസസ് നമ്മൾ പാരലലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അപ്ലയൻസ് എന്തെങ്കിലും കേട് പറ്റിയാലും മറ്റ് 2 അപ്ലയൻസസിനെ അത് ബാധിക്കില്ല. പിന്നീട് പറഞ്ഞ എന്താണ്, ഓരോ അപ്ലയൻസസിനും ഡിഫറെൻറ്റ് സ്വിച്ചസ് ആണ്. അപ്പോൾ നമ്മുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഹീറ്ററിൻ്റെയും ബൾബിൻ്റെയും കാര്യമാണ്. അത് രണ്ടും നമ്മൾ പാരലൽ കണക്ഷനിൽ കൊടുക്കുന്നതുകൊണ്ട്
രണ്ടിനും വേണ്ട ഇലക്ട്രിക് കറണ്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിനെ വർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Stay safe and healthy. Bye-bye.